നമസ്കാരം. ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന സംഭവമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു തൊഴിൽ ധർമ്മം. ഞാനിത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയാണ്. പല ആൾക്കാരും ഒന്ന് പബ്ലിസിറ്റിയൊക്കെ കിട്ടണം, ഒരു സ്ഥലത്ത് പോയ 10 പേര് തിരിച്ചറിയണം എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിലോ ഒരു ധാരണയിലാണ് ഈ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വരുന്നത്. പതുക്കെ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും എന്ന് അവർക്കറിയാം. കുറച്ചൊക്കെ അവർ ഏൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ അവരൊന്ന് ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിൽ പല പ്രൊമോഷനും പല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഒരു എത്തിക്സ് വിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാരണം ഒരിക്കൽ നടനും എം പിയുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു ച്യൂയിങ് കമ്പനി ഇപ്പോഴും നല്ല വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിന് നല്ല ഓഫർ കൊടുത്തു അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആകാനായിട്ട്. പക്ഷേ അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ആ ച്യൂയിങ്കം മേടിച്ചിട്ട് അദ്ദേഹം ലാബിൽ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ച്യൂയിങ്കം നല്ല ക്വാളിറ്റിയുള്ള സാധനമെല്ലാം തിരിച്ചറിയുകയും അദ്ദേഹം അതിന് ആ പരസ്യത്തിന് സമ്മതിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇൻ്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട്. ഇതൊരു എത്തിക്സാണ്. അതായത് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മൾ റോങ് ഇൻഫർമേഷൻ കൊണ്ട് കൊടുക്കരുത് പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞാൽ എനിക്കറിയുന്നൊരു പയ്യൻ, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഒരുപാട് പൈസ അപ്പൻ്റെ അമ്മയുടെയും കാർഡിൽ നിന്ന് വെട്ടിച്ച് അവസാനം വീട്ടിൽ പിടിക്കുകയുണ്ടായി. ഇപ്പോൾ പിടിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റമ്മി പോലുള്ള ഗെയിംസുകൾ അഡിക്റ്റായി. അവൻ അഡിക്റ്റ് ആകാൻ കാരണം കഴിഞ്ഞാൽ അവൻ കാണുന്ന ഫേസ്ബുക്കിൽ കാണുന്ന അല്ല ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന അല്ല സോഷ്യൽ മീഡിയയിൽ മറ്റ് ആപ്ലിക്കേഷനിൽ കാണുന്ന ആൾക്കാരൊക്കെ റമ്മി കളിക്ക് പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷെ അതിനകത്തൊരു ചെറിയൊരു വാചകം പറയുന്നുണ്ട്, നമ്മൾ ഈ സിഗരറ്റ് പാക്കിനകത്ത് മദ്യത്തിൻ്റെ കുപ്പിക്കകത്തൊക്കെ എഴുതി വെക്കുന്ന പോലെ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ പൈസ ഒരുപാട് ഇടുന്നത് ശരിയല്ല, നിങ്ങളുടെയൊക്കെ അവർക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലെന്നവർ പറയുന്നുണ്ട്. ഈ ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ചില ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ വെറുതെ പൈസ മേടിച്ച് എന്ത് സംഭവം, ഇപ്പോൾ റമ്മി ഗെയിമല്ല മറ്റെന്ത് സംഭവം എന്നാലും ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കും. അവരെ സംബന്ധിച്ചോളം ഇച്ചിരി പൈസ കിട്ടുന്നുണ്ടില്ലെന്നല്ല, പക്ഷേ ഇത് കണ്ട് അല്ല ഇവരുടെ മേലൊരു വിശ്വാസം അർപ്പിച്ച് അവർ പോയി ചാടുമ്പം പല ആൾക്കാരുടെ നിന്നും ലക്ഷക്കണക്കിന് കാശുകൾ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വില ഉണ്ടാവണം, അല്ല നമുക്കൊരു തൊഴിൽ ധർമ്മം ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു പ്രൊഫഷണലായിട്ട് കണ്ടോ പൈസ ഉണ്ടാക്കുന്നതിനത് തെറ്റൊന്നുമില്ല, പക്ഷേ അതിലൊരു ലോജിക്കും ഒരു മാന്യതയും ഒരു ധർമ്മവും ഉണ്ടാകണം. വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് സത്യം പറഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങൾമേലുള്ള വിശ്വാസം അർപ്പിച്ച് പല ആൾക്കാരുടെ ജീവിതം അല്ല പല ആൾക്കാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ് എന്നുള്ളതാണ് സത്യം.